ഇങ്ങോട്ടൊന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് എവരിബഡി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നുണ്ടോ എന്നുള്ള വിശ്വാസത്തോടെ തുടങ്ങുകയാണ്. രണ്ടും മൂന്നും ചാപ്റ്ററുകൾ അത് ബന്ധപ്പെടുത്തിയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. പരീക്ഷയ്ക്ക് മുമ്പ് ഒരു വീഡിയോയും കൂടെ കാണും. എല്ലാ വീഡിയോയും ശ്രദ്ധിച്ച് പഠിക്കണം. വളരെ സ്ലോയിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കുവാൻ വേണ്ടി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതൊരു സോളിനോയിഡ് ആണെന്നറിയാം. സർപ്പിളാകൃതിയിലുള്ള കമ്പിച്ചുള്ളിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. വൈദ്യുതപ്രവാഹമുള്ള സോളിനോയിഡാണ്. വൈദ്യുതപ്രവാഹം എന്ന് പറയുമ്പോൾ വൈദ്യുതി അവിടെ കാണിച്ചിരിക്കണം. ദാണ്ടെ ഒരു സെല്ല് ഞാൻ ഘടിപ്പിച്ചിരിക്കുകയാണ്. സെല്ലിന്റെ വലിയ വരെയാണ് പോസിറ്റീവ് എന്നൊക്കെ അറിയാം. അപ്പോൾ സോളിനോയിഡിൽ കൂടിയുള്ള വൈദ്യുതപ്രവാഹ ദിശ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് എന്ന്. ഇതാണ് പോസിറ്റീവ്, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഇങ്ങനെ കറങ്ങി ഇവിടെ ഇങ്ങനെ വരും. അപ്പൊ വൈദ്യുതപ്രവാഹമുള്ള സോളിനോയിഡായി. സെല്ലിന്റെ പൊളാരിറ്റി നോക്കിയിട്ട് വേണം ഈ ദിശ നമ്മൾ മനസ്സിലാക്കുവാൻ. വൈദ്യുതപ്രവാഹമുള്ള സോളിനോയിഡ് ഒരു വൈദ്യുത കാന്തമായി പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈദ്യുത കാന്തമാണെങ്കിൽ അത് നോർത്ത് പോളും കാണും, സൗത്ത് പോളും കാണും. അങ്ങനെ വേണമെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, കാന്തിക ബലരേഖകൾ ക്രിയേറ്റ് ചെയ്യണം, ഉണ്ടാകണം. അതിനനുസരിച്ച് വേണം നമ്മൾ നോർത്തും സൗത്തും ഒക്കെ മനസ്സിലാക്കി വേണം ഇതൊക്കെ വരയ്ക്കാൻ. ദാണ്ടെ എ എന്ന ഭാഗവും ബി എന്ന ഭാഗവും, എ സൈഡും ബി സൈഡും. എയിലെ വൈദ്യുതപ്രവാഹ ദിശ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ. ദാണ്ടെ ഇങ്ങനെ കണ്ട, ഇങ്ങനെയാണ്. ഇങ്ങനെ എന്ന് പറയുമ്പോൾ ക്ലോക്കിന്റെ സൂചി പ്രദക്ഷിണ ദിശയിലാണ് കറങ്ങുന്നത്. എ എന്ന സൈഡ് പ്രദക്ഷിണ ദിശ ആയതുകൊണ്ട് അത് സൗത്ത് പോളായിരിക്കും. ഒരു സൈഡ് പ്രദക്ഷിണമാണെങ്കിൽ സോളിനോയിഡിന്റെ മറു സൈഡ് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, അപ്രദക്ഷിണ ദിശയായിരിക്കും. അപ്പൊ എ എന്ന സൈഡ് സൗത്ത് പോൾ ആണെങ്കിൽ ബി എന്ന സൈഡ് നോർത്ത് പോൾ ആയിരിക്കും. ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു. വൈദ്യുതപ്രവാഹമുള്ള സോളിനോയിഡിന്റെ ധ്രുവത നിർണയിക്കുന്നത് എങ്ങനെ? നോർത്തെന്നും സൗത്തെന്നും നമ്മൾ എഴുതിയത് എങ്ങനെ? അതിന് സഹായകമാകുന്ന നിയമം എന്താണ് നിയമം? വൈദ്യുതപ്രവാഹ ദിശ പ്രദക്ഷിണ ദിശയാണെങ്കിൽ സൗത്ത് പോളും ദക്ഷിണ ധ്രുവവും, അപ്രദക്ഷിണ ദിശയാണെങ്കിൽ അത് ഉത്തര ധ്രുവം നോർത്ത് പോളുമായിരിക്കും. അതാണ് നിയമം. ആ നിയമത്തിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദാണ്ടെ കാന്തിക ബലരേഖ ചിത്രീകരിക്കുമ്പോൾ കാന്തത്തിന് വെളിയിൽ നോർത്ത് പോളിൽ നിന്ന് ആരംഭിച്ച് സൗത്ത് പോളിൽ അവസാനിക്കണം. അതാണ് കാന്തിക ബലരേഖയുടെ പ്രത്യേകതകളിൽ ഒന്ന്. They are originated from the north and ends at the south എന്ന് നമ്മൾ 8ാം ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്. 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ കാന്തിക ബലരേഖ ഇങ്ങനെ വരയ്ക്കണം. ആരോ മാർക്ക് കണ്ടേ, ഇങ്ങനെ വരയ്ക്കണം. ആരോ മാർക്ക് കണ്ടേ. ദാണ്ടെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് കാന്തിക ബലരേഖ വരച്ചു വെക്കണം. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഇവിടെ ആരംഭിക്കുന്നു, ഇവിടെ വന്ന് ചേരുന്നു. കണ്ട, ഇങ്ങനെ വരയ്ക്കാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന. ഈ ചിത്രം തരും. ഇതിന് തന്നിട്ട് ഈ സോളിനോയിഡിന്റെ ധ്രുവത നിർണയിക്കുന്നത് എങ്ങനെ,
അതിന് സഹായകമാകുന്ന നിയമം എന്തോ? ഇത്രയും കാര്യം മനസ്സിലാക്കണം. ഇനി ഇതൊരു വൈദ്യുത കാന്തമാണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ്, താൽക്കാലിക കാന്തമാണ്, ടെമ്പററി മാഗ്നറ്റാണ്. ഈ കാന്തത്തിന്റെ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കുവാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ട്? ഉണ്ട്. How can you increase the strength of an electromagnet? Suggest some methods എന്നോ മാർഗങ്ങൾ നിർദ്ദേശിക്കുക എന്നൊക്കെ ചോദിക്കാം. ഒരു മാർഗം ഈ വൈദ്യുതപ്രവാഹത്തിന്റെ അളവ് കൂട്ടിക്കൊടുക്കണം. ബൈ ഇൻക്രീസിംഗ് ദ ഇന്റൻസിറ്റി ഓഫ് കറന്റ്, വൈദ്യുതപ്രവാഹം വർദ്ധിപ്പിക്കുക. 2, കമ്പിച്ചുരുളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. 3, ഇതിനകത്തൊരു പച്ചിരുമ്പ് കോറും കൂടെ വയ്ക്കണം. അപ്പോൾ സജസ്റ്റ് സം മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്. ഒരു വൈദ്യുത കാന്തത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക. 1, ബൈ ഇൻക്രീസിംഗ് ദ ഇന്റൻസിറ്റി ഓഫ് കറന്റ്, വൈദ്യുത പ്രവാഹം വർദ്ധിപ്പിക്കുക. ശരിയല്ലേ? 2, സ്വിച്ചുകളുടെ എണ്ണം കൂട്ടണം. ഇത് നമ്മൾ പണ്ട് 8ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്, 8ാം ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് 10ലും കിടക്കുന്നു എന്ന് മാത്രം. ഈ കാന്തിക ബലരേഖ ചിത്രീകരിക്കുന്ന കണ്ടല്ലോ. കാന്തത്തിന് വെളിയിലുമുണ്ട്, കാന്തത്തിന് ഉള്ളിൽ സൗത്തിൽ നിന്നും നോർത്തിലേക്കുമാണ്. ഇത്രയുമാണ് ഈ വൈദ്യുത കാന്തവുമായിട്ട്, സോളിനോയിഡുമായിട്ട് ബന്ധപ്പെട്ടത്. വൈദ്യുത കാന്തം താൽക്കാലിക കാന്തമാണ്, സ്ഥിരകാന്തം വേറെ ഉണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചിരിക്കണം. വൈദ്യുതകാന്തത്തിന്റെ കാന്തശക്തി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് 2-3 പോയിന്റുകളായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണം. ഇനി നോക്കിക്കോളൂ. വൈദ്യുതപ്രവാഹമുള്ള ചാലകം ഒരു കാന്തിക മണ്ഡലത്തിലാണെങ്കിൽ അതിന്മേലൊരു ബലം അനുഭവപ്പെടുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈദ്യുതപ്രവാഹമുള്ള ചാലകം ഒരു കാന്തിക മണ്ഡലത്തിലാണെങ്കിൽ അതിന്മേൽ ഒരു ബലം അനുഭവപ്പെടുന്ന ഒരു പരീക്ഷണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ട, ഇതാണ് വൈദ്യുത കാന്തം, ഇതാണ് കാന്തം. നോർത്ത് പോൾ, സൗത്ത് പോൾ. വൈദ്യുതകാന്തമല്ല, ഒരു സ്ഥിരകാന്തമാണ്. ഇത് വരെയാണ്. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് കാന്തിക ബലരേഖകൾ നമുക്കറിയാം. ഈ കാന്തിക മണ്ഡലത്തിൽ AB എന്നൊരു കണ്ടക്ടർ, വളവില്ലാത്ത ചാലകം, സ്ട്രെയിറ്റ് കണ്ടക്ടർ, നേർത്ത 2 കമ്പികൾ ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ട, സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുക, തൂക്കിയിട്ടിരിക്കുകയാണ്. The ends of the conductor are connected to the terminals of a battery. പോസിറ്റീവ്. വൈദ്യുതി ഇങ്ങനെ വരുന്നു, ഇങ്ങനെ കണ്ട് എയിൽ നിന്നും ബിയിലേക്ക് ഇങ്ങനെ ഒരു സ്വിച്ച് ഒക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. What do you observe when a current is sent through the conductor? ഈ ചാലകത്തിൽ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത്? ചാലകം കാന്തിക മണ്ഡലത്തിൽ നിന്നും സ്ഥാനമാറ്റമുണ്ടാകുന്നു, സ്ഥാനാന്തരമുണ്ടാകുന്നു. കണ്ടക്ടർ അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ്. കാന്തിക മണ്ഡലത്തിൽ നിന്ന് ചാലകത്തിന് ഒരു ചലനമുണ്ടാവുക. ചലനമുണ്ടാകണമെങ്കിൽ അതിന്മേലൊരു ബലം അനുഭവപ്പെടണം. അതാണ് ഈ പരീക്ഷണത്തിന്റെ കൺക്ലൂഷൻ. ഇതാണ് മോട്ടോർ നിയമം. മോട്ടോർ നിയമം പ്രസ്താവിക്കാൻ പറഞ്ഞാൽ കാണാതെ പഠിച്ചു വെക്കണം. വൈദ്യുത പ്രവാഹമുള്ള ചാലകം കാന്തിക മണ്ഡലത്തിലാണെങ്കിൽ അതിന്മേലൊരു ബലം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് മോട്ടോർ നിയമം. A conductor undergoes displacement എങ്കിൽ experiences a force when it is situated in a magnetic field. കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാലകത്തിൽ, വൈദ്യുതപ്രവാഹമുള്ള ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് മോട്ടോർ നിയമം. ഇതിൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശ നമുക്കറിയാം. നോർത്ത് പോൾ,
സൗത്ത് പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന AB എന്ന ഒരു ചാലകം കണ്ട. ഇതിൽ വൈദ്യുതപ്രവാഹ ദിശ ഞാൻ ഇത് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ചാലകം എങ്ങോട്ട് ചലിക്കുന്നു എന്ന് കണ്ടെത്താൻ പോവുകയാണ്. ചാലകം എങ്ങോട്ട് ചലിക്കുന്നു എന്ന് കണ്ടെത്താൻ പോവുകയാണ്. വൈദ്യുതപ്രവാഹത്തിന്റെ ദിശയാണ് ഈ ആരോമാർക്ക് കാണിച്ചിരിക്കുന്നത്. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് കാന്തിക ബലരേഖകളാണെന്നറിയാം. എങ്കിൽ ഇടത് കൈ, ഫ്ലമിങ്ങിന്റെ ഇടത് കൈ നിയമം പഠിച്ചു വെക്കണം. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് കാന്തിക ബലരേഖകളുടെ ദിശ. രണ്ടാമത്തത് വൈദ്യുതപ്രവാഹ ദിശ, രണ്ടാം വിരൽ. എങ്കിൽ തള്ളവിരൽ എങ്ങോട്ടിരിക്കും? ഈ ബോർഡ് എടുത്ത് തറയിൽ വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുഖത്ത് പിടിച്ചും കൊണ്ട് നോക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ ടേബിളിന്റെ പുറത്ത് വെക്കണം. എന്നിട്ട് വേണം ദാണ്ടെ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ചൂണ്ടുവിരൽ വെക്കണം. വൈദ്യുതപ്രവാഹ ദിശ അതിനനുസരിച്ച് രണ്ടാമത്തെ വിരൽ വെക്കണം. അപ്പൊ തള്ളവിരൽ എങ്ങോട്ടിരിക്കുന്നു? ആ ദിശയിലേക്കായിരിക്കും ചാലകത്തിന്റെ ചലന ദിശ. ഇത് പ്ലമിങ്ങിന്റെ ഇടത് കൈ നിയമം കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഈ മോട്ടോർ നിയമത്തിന് ആസ്പദമാക്കി പ്രവർത്തിക്കുന്നതാണ് ലൗഡ് സ്പീക്കർ. ഓർത്തു വെച്ചേക്കണം. ദാണ്ടെ ശരിയായ ബന്ധം കണ്ടെത്താൻ ലൗഡ് സ്പീക്കർ, മോട്ടോർ നിയമം, മൈക്രോഫോൺ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ശരിയായ ബന്ധം കണ്ടെത്താൻ പഠിച്ചു വയ്ക്കുക. ലൗഡ് സ്പീക്കർ, മോട്ടോർ നിയമം, മൈക്രോഫോൺ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വൈദ്യുത മോട്ടോർ നിയമം, ജനറേറ്റർ, ഡൈനാമോ എന്നൊക്കെ പറയുന്നത് വൈദ്യുത കാന്തിക പ്രേരണ നിയമമാണ് എന്നറിയണം. ലൗഡ് സ്പീക്കറിൻ്റെതോ മൈക്രോഫോണിൻ്റെയോ പ്രവർത്തനം 100% ഡിസ്ചാർജ് ബൾബിനെ പോലെ നമ്മൾ ഇവിടെ പഠിച്ചു വച്ചിരിക്കണം. ഒരു ലൗഡ് സ്പീക്കറിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കോളൂ. ലൗഡ് സ്പീക്കറാണ് പ്രധാന ഭാഗങ്ങൾ. ഒരു ഡയഫ്രം, അതിനോട് ബന്ധിച്ച ഒരു കമ്പിച്ചുരുൾ, വോയിസ് കോയിൽ. കണ്ടാ, വോയിസ് കോയിൽ. ഇത് എവിടെ സ്ഥിതി ചെയ്യുകയാണ്? ശക്തിയേറിയ കാന്തിക മണ്ഡലത്തിൽ. നോർത്ത് പോളും സൗത്ത് പോളും അത് സ്ഥിരകാന്തമാണ്, പെർമനന്റ് മാഗ്നറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം. ഇതിന്റെ പ്രവർത്തനം ക്രമപ്പെടുത്തി പഠിക്കുന്നത് എങ്ങനെയാ? ഇതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക. ദാണ്ടെ ഇത് മൈക്രോഫോൺ, നമ്മൾ സംസാരിക്കുന്ന മൈക്രോഫോണാണ്. ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുന്നു, ശബ്ദം പുറപ്പെടുവിച്ചു. ആ ശബ്ദത്തെ വൈദ്യുത സിഗ്നലാക്കി മാറ്റുന്നു, ഓഡിയോ സിഗ്നലാക്കി മാറ്റും ഈ മൈക്രോഫോൺ. ആ ഓഡിയോ സിഗ്നൽ ശക്തി കുറഞ്ഞ സിഗ്നലായിരിക്കും. അതിനെ ഒരു ആംപ്ലിഫയറിനകത്തേക്ക് ഞാൻ കടത്തിവിടും. ആംപ്ലിഫയറിനകത്ത് കടത്തി ആ സിഗ്നലിനെ വലുതാക്കും, ശക്തിപ്പെടുത്തും. ആ സിഗ്നലിനെയാണ് നമ്മളിവിടെ ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലിലേക്ക് കടത്തിവിടും. അപ്പൊ വോയിസ് കോയിൽ വൈദ്യുത പ്രവാഹമായി. അതൊരു ചാലകമാണോ? കാന്തിക മണ്ഡലത്തിലാണ്. അതിന്മേലൊരു ബലമുണ്ടാകും. മുൻപോട്ടും പുറകോട്ടും വോയിസ് കോയിൽ കമ്പനം ചെയ്യും. അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡയഫ്രം കമ്പനം ചെയ്യും. ശബ്ദം പുറപ്പെടുവിക്കും. ലൗഡ് സ്പീക്കർ ആണല്ലോ. നോക്ക, ആംപ്ലിഫൈ ചെയ്ത ഓഡിയോ സിഗ്നലുകളെ ശക്തിപ്പെടുത്തി വോയിസ് കോയിലിലേക്ക് കടത്തിവിടും. വോയിസ് കോയിൽ മോട്ടോർ നിയമത്തിനനുസരിച്ച് മുൻപോട്ടും പുറകോട്ടും കമ്പനം ചെയ്യും. ഇത് ഡയഫ്രത്തെ കമ്പനം ചെയ്യിപ്പിക്കുകയും ആദ്യ ശബ്ദം പുനരാവിഷ്കരിക്കപ്പെടുകയും ചെയ്യും. ഇത് ക്രമപ്പെടുത്തി പഠിക്കണം.
The audio signals from the microphone are amplified and fed to the voice coil. Voice coil-ലേക്ക് അയക്കും. It vibrates to and fro. മുൻപോട്ടും പുറകോട്ടും കമ്പനി ചെയ്യും according to the motor rule. This vibration forces to vibrate the diaphragm. ഡയഫ്രത്തെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ആദ്യ ശബ്ദം പുനരാവിഷ്കരിക്കപ്പെടും. പഠിച്ചു വച്ചിരിക്കണം. ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനം പഠിച്ചു വെക്കണം. ഇതേപോലെ മൈക്രോഫോണുമുണ്ട്.